കടന്നു വരാനായിട്ട് പോവുകയാണ്. നമ്മളിന്ന് നോക്കുന്നത് 1 കൊരിന്ത്യർ 6 അധ്യായം അതിൻ്റെ 12 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 6 അധ്യായം 12 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. ഈ പാസേജ് ഈ കാലഘട്ടത്തിന് വളരെ ആവശ്യമുള്ള ഒരു ഭാഗമാണ്. നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലവും നമ്മുടെ ഇന്നത്തെ കാലഘട്ടവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കതിനകത്തൊരു കീ വേഴ്സ് ഒന്ന് വായിക്കാം. ഞാനത് അതിൻ്റെ ഒരു കീ വാക്യങ്ങളായിട്ട് ഞാൻ ആ ഭാഗത്തു നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. 19ഉം 20ഉം വാക്യങ്ങൾ. 19ഉം 20ഉം വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഓക്കെ, 3 പോയിന്റുകൾ നമുക്ക് ആ 2 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒന്ന്, നമ്മൾ ആരുടെ മന്ദിരമാണ്? കർത്താവിൻ്റെ മന്ദിരമാവും. നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാവുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു. 2, നമ്മളെ എങ്ങനെ ചെയ്തിരിക്കുക? നമ്മളെ വിലയ്ക്ക് കർത്താവ് മേടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് നമ്മൾക്കുള്ളവരല്ല. ഞാൻ ഈ ഒരു മെസ്സേജിൻ്റെ ടൈറ്റിലായിട്ട് തന്നെ നമുക്ക് വേണം പറയാൻ സാധിക്കും, ഞാൻ എനിക്കുള്ളവനല്ല. ഐ ആം നോട്ട് മൈ ഓൺ. ഞാൻ എനിക്കുള്ളവനല്ല. അതൊരു പ്രത്യേക അതിൻ്റെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? നമ്മളൊന്നുമല്ല, നമ്മുടേതല്ല, നമുക്കായിട്ട് തന്നെ ഒന്നുമില്ല. നമ്മളെല്ലാം കർത്താവിൻ്റേതാണ്. 3-മത്തെ ഒരു കാര്യം, ഇതെല്ലാം ആയതുകൊണ്ട് നമുക്കിനി ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യുക? ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മളിന്ന് നമ്മുടെ ഇന്ത്യയിലൊരു സിറ്റുവേഷൻസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പല സർവേകളൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ പ്രത്യേകിച്ച് ലൈംഗിക അരാജകത്വം അല്ലെങ്കിൽ ലൈംഗികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള സർവേകളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഒരു സർവേ കണ്ടുവരുത്തിയൊരു കാര്യം, 33% ചെറുപ്പക്കാരാണ്, ഈ മെട്രോസിലാണ് അവരെ സർവേ നടത്തിയത്, പറഞ്ഞു 33% ചെറുപ്പക്കാർ അവരെല്ലാവരും വിവാഹത്തിനു മുമ്പേ ലൈംഗികമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടവരാണ്. 50% ആൾക്കാർ അതിനെ ഡിനൈ ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ട്രഡീഷനൊക്കെയും കൾച്ചറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അതിലേക്കൊന്നും അത്രത്തോളം വ്യത്യാസങ്ങളുണ്ട്. 17% ആൾക്കാർ സൈലൻ്റ് ആയിരുന്നു. നമ്മളിന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരിക. നമ്മൾ ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഞാൻ വിദേശ കൾച്ചർ മോശമാണെന്ന് പറയുമല്ല, നമ്മൾ കണ്ടെത്താത്ത കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ആദ്യമേ പറയും, ഡേറ്റിംഗ് എന്നാ പ്രശ്നം? ഡേറ്റിംഗ് വേണം. ഡേറ്റിങ്ങിൽ കൂടെ മാത്രമേ നമുക്ക് ആളുകളെ അന്യോന്യം പരിചയപ്പെടാൻ അറിയാൻ അങ്ങനെയൊക്കെ വിവാഹത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡേറ്റിംഗ് എന്ന് പറയുന്നത് പെറ്റിങ്ങിലേക്ക് പോകുന്നു. പെറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ തോളയിലൊക്കെ കൈയിട്ടും കൈ പിടിച്ചുമൊക്കെ നടക്കുന്ന കാര്യങ്ങളും. പിന്നെ നമ്മൾ കാണുമ്പോഴത്തേക്ക് പല തരത്തിൽ ആളുകൾ പല കാര്യങ്ങളിലേക്കും വഴുതിപ്പോകുന്നു കാണുന്നു. അവരോർക്കുന്നത് ഇതൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആവശ്യം. നിങ്ങളെന്ത് പറയുന്നത്? ഇത് 21-ാം നൂറ്റാണ്ട്, ഇന്നിങ്ങനെയാണ്. ഞങ്ങളുടെ അവിടുത്തെ അടുത്തൊരു കോളേജ്, മർത്തോമ കോളേജ്, ഞാൻ അതിലേക്ക് പോകുമ്പോഴത്തേക്ക് പണ്ട് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴത്തെ രീതിയല്ല, എനിക്കറിയത്തില്ല. ഞാനും ഈ പറഞ്ഞ പോലെ ഒരു മിഡിൽ ഏജ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒന്നും ഞാൻ ഇവരുടെ ഇടയിലോട്ട് എനിക്ക് വന്ന് ഇവരുടെ മനസ്സുകൾ എനിക്ക് ശരിക്കും അറിയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ എല്ലാത്തിനും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ, നമ്മൾ തെറ്റിപ്പോകാനുള്ള ചാൻസുകൾ. അവിടെ എല്ലാവരും ഈ ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കുമ്പോൾ തന്നെ നടക്കത്തില്ല. അവർ തൊളയെ കൈയിട്ട് അവർ പറയും നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നായിരിക്കും പറയുന്നത്. എനിക്കത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അത് ചിലപ്പം അതിനകത്ത് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ പലപ്പോഴും
പല രീതിയിൽ തെറ്റിപ്പോകുന്നൊരു ലോകത്തെ നമ്മൾ കാണുന്നത്. പോണോഗ്രാഫി അഡിക്ഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിത് ആദ്യമേ എന്തുകൊണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കുകയാണ് എന്താ ഇങ്ങനെ പറയാമെന്ന കാര്യം. ഇനി നിങ്ങൾ ഈ പാസേജ് ഒന്ന് വായിച്ചേ. ഈ പാസേജ് എന്തോ നമ്മളോട് പറയുന്നത്? ഈ വിഷയങ്ങളിലുള്ള വിശുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ആദ്യം മുതലൊന്ന് വായിക്കാം. 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സകലത്തിനും എനിക്ക് കർത്തൃത്വമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുന്നില്ല. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലാതെയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കുമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഓക്കെ, നമ്മൾ ഈ ഭേദഭാഗം നമ്മൾ അതിൻ്റെ നിലയിലൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമം നടത്തുകയാണ്. പൗലോസ് ആദ്യം ഈ ഭാഗത്തൊക്കെ നമുക്കറിയാം, കൊരിന്ത്യ സഭയെക്കുറിച്ച് നമ്മൾ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ കേട്ടപ്പോഴും നിങ്ങൾ വായിച്ചപ്പോഴും മനസ്സിലായി കാണും. കൊരിന്ത്യ പട്ടണം തന്നെ ഏറ്റവും അധാർമികത നിറഞ്ഞൊരു പട്ടണമാണ്. ആ പട്ടണത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ അവരുടെ പഴയ ജീവിതശൈലിയൊക്കെ വിട്ടുകൊണ്ട് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എങ്കിലും പഴയ സ്വഭാവങ്ങൾ പല രീതിയിൽ അവരിൽ തലപൊക്കി പഴയ സ്വഭാവത്തിലുള്ള ജീവിതം നയിക്കുന്നവരായ ആൾക്കാർ ആ സഭയിലുണ്ടായിരുന്നു. പൗലോസ് ഒരു വ്യക്തി ജീവിച്ചതിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു അപ്പൻ്റെ ഭാര്യയുമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തി, അതിനെ പുറത്താക്കണമെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നതും. പിന്നെ നമ്മൾ അതിനു മുമ്പ് നമ്മൾ കേട്ടു വ്യവഹാരത്തിന് വേണ്ടി അവർ കോടതികളിൽ പോകുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ പണ്ടൊക്കെ അവരെങ്ങനെ ജീവിച്ചോ അതിൽ നിന്നെല്ലാം മാറ്റം വന്നവരായ ആൾക്കാർ ഇന്ന് പഴയ ശൈലികൾ വീണ്ടും തുടരുന്നത് കാണും. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പൗലോസ് ഈ വേദഭാഗവും എഴുതിയിരിക്കുന്നത്. എല്ലാത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. ഇംഗ്ലീഷിൽ ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, എന്നാൽ സകലവും പ്രയോജനമുള്ളതല്ല. നമ്മൾ ഓർക്കും എന്താ എല്ലാത്തിനും കർത്തവ്യമുണ്ട് എന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. ഇപ്പോൾ പെട്ടെന്ന് ഓർക്കും എനിക്കെന്നെല്ലാം ചെയ്യാമല്ലോ. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മനുഷ്യനെല്ലാം ചെയ്യാനായിട്ട് പറ്റും. സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുക, ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യവും നമുക്ക് കർത്താവ് നൽകിയിരിക്കുക. നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ നമുക്കൊരു വില്ല് തന്നിട്ടാണ് സൃഷ്ടിച്ചത്. നമ്മളെ ഒരിക്കലും റോബോട്ടായിട്ടല്ല സൃഷ്ടിച്ചത്. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോഴത്തേക്ക് കർത്താവിന് വളരെ ക്ലിയറായിട്ട് അവരെ എങ്ങനെയെങ്കിലും അതിലേക്ക് ആ ഒരു തെറ്റ് ചെയ്യാതെ വണ്ണം മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്, അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അവർക്ക് വേണമെങ്കിൽ അത് ഭക്ഷിക്കാം, ഭക്ഷിക്കാതിരിക്കാനുള്ള ഫ്രീഡം ദൈവം അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും പൗലോസ് പറയുകയാണ്, എല്ലാം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, എല്ലാത്തിനും സാധിക്കും, നിങ്ങൾക്കും എല്ലാം സാധിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്തോ എന്നല്ല പറയുന്നത്. മനുഷ്യരായ നമ്മളെ ആരും തടയത്തില്ല. അതല്ലേ നമ്മുടെ രാജ്യം, അല്ലേ? നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ സ്വാതന്ത്ര്യം കിട്ടി, അതിനുശേഷം പുരോഗമനമായ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. പല കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇന്ന് തെറ്റുകളല്ല, നമുക്കാണ് തെറ്റായിട്ട് വരുന്നത്. വേദപുസ്തകമാണ് നമ്മളോട് പറയുന്നത് ചിലത് തെറ്റാണെന്ന്. ഇന്ന് ഒരു രണ്ട് വ്യക്തികൾ, പ്രായപൂർത്തിയായ 2 പേർ
അവർ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ തെറ്റല്ല. കോടതി പറഞ്ഞിരിക്കുന്നത് തെറ്റേ അല്ല. അതിനെ റേപ്പിൻ്റെ അടിസ്ഥാനത്തിലൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. സ്വാതന്ത്ര്യം വർദ്ധിക്കും. നമ്മൾ മുമ്പോട്ട് പോകും തോറും നമുക്ക് സ്വാതന്ത്ര്യം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും മനുഷ്യർക്ക് മനുഷ്യൻ്റെ മാനവികത നോക്കുന്നവരെപ്പോഴും അവർക്ക് ഒത്തിരി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെയും പൗലോസ് എല്ലാത്തിനും കർത്തവ്യമുണ്ടെങ്കിലും എല്ലാം പ്രയോജനമുള്ള കാര്യങ്ങളല്ല, യാതൊരു പ്രയോജനവും യൂസ്ഫുള്ളായ കാര്യങ്ങളല്ല. പിന്നെ പറഞ്ഞിരിക്കുവാണ്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും യാതൊന്നിനും ഞാൻ അധീനനാകിയില്ല. അടുത്ത് എഴുതിയിരിക്കുക, ഐ വിൽ നോട്ട് ബി എൻസ്ലേവ്ഡ് ബൈ എനിത്തിങ്. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഞാൻ ഒന്നിനും എന്നെ അത് മാസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാത്തിനും നമുക്ക് എല്ലാത്തിനും ഫ്രീഡം ഉണ്ട്, എന്നാൽ നമുക്ക് മാസ്റ്റർ ചെയ്യാനായിട്ട് അത് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ചില കാര്യങ്ങൾ ഞാൻ ഇതുമായിട്ട് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ കറക്റ്റായ ഒരു കോണ്ടക്സ്റ്റിലുള്ള അർത്ഥമായിരിക്കത്തില്ലെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയാം. ചില കാര്യങ്ങൾ ചിലത് അതിൽ തന്നെ തെറ്റല്ല. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളി ടി വിയിൽ വാച്ച് ചെയ്യുന്നത് അതിൽ തന്നെ തെറ്റൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു നല്ലൊരു തെറ്റുകൾ ഒരൊന്നും കാണാത്തൊരു നല്ലൊരു മൂവി നമ്മൾ കാണുന്നത് ഒരു തെറ്റല്ല. പക്ഷെ ചില സമയത്ത് എന്നാ പറ്റുന്നത്, ഇത് കണ്ട് എന്ത് ചെയ്യും, ഇവൻ നമ്മളെ എന്ത് ചെയ്യും, മാസ്റ്റർ ചെയ്യും. പിന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല, നമ്മൾക്ക് പിന്നെ ഈ ക്രിക്കറ്റ് കളി മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ ന്യൂസ് തന്നെ നമ്മൾ ഓർക്കും. ഈ ഒരു പ്രശ്നം ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു കാര്യം, നമ്മൾ ന്യൂസ് കേൾക്കേണ്ട. കുറേ കഴിയുമ്പോൾ ന്യൂസ് ഇത് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ ചർച്ച ഇങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ആരാ നമ്മളെ മാസ്റ്റർ ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ നമ്മളെ മാസ്റ്റർ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ കോണ്ടക്സ്റ്റിൽ പൗലോസ് പറയും, നിങ്ങൾക്ക് എല്ലാത്തിനും കർത്തവ്യമുണ്ട്, എന്നാൽ എല്ലാം പ്രയോജനമുള്ളതല്ല. എല്ലാത്തിനും നിങ്ങൾക്ക് സാധിക്കും, കർത്തവ്യമുണ്ട്, എന്നാൽ ഒന്നിനും നിങ്ങളെ അധീനനാക്കുവാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുള്ളൂ. ഒന്നും നിങ്ങളെ അടിമപ്പെടുത്തുവാൻ ഇടയാകാൻ പാടില്ല. പൗലോസ് സൺഡേയും കൂടെ കാര്യം പറയാം, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. ഞാൻ പ്രയോജനമുള്ള കാര്യത്തിന് വേണ്ടി നീങ്ങുള്ളൂ. പൗലോസിൻ്റെ അർത്ഥം അതാണ്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഒന്നും എന്നെ മാസ്റ്റർ ചെയ്ത് എന്നെ അടിമയാക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. ഇനി ഇവിടുത്തെ ഒരു ഫിലോസഫിയുണ്ട്, ഗ്രീക്കുകാരുടെ ഒരു ഫിലോസഫിയുണ്ട്. അത് അന്നത്തെ ചില തെറ്റായ പഠിപ്പിക്കലുകളും ചില കൾട്ട് ഗ്രൂപ്പുകളും ഒക്കെ വന്നതും ആ സ്ഥലത്തെ ഒരു ഗ്രീക്ക് ഫിലോസഫിക്കൽ തോട്ട് എന്ന് പറയുന്നത്, ഈ ശരീരം എന്ന് പറയുന്ന കാര്യത്തിന് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ശരീരം എന്ന് പറയുന്നത് നമുക്കത് വെച്ച് എന്തും ചെയ്യാം. നമ്മുടെ ആത്മാവ് മാത്രം എന്ത് ചെയ്യാൻ മതി, രക്ഷപ്പെട്ടാലായിട്ട് മതി. എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് നമ്മൾ എന്തൊക്കെ കുരുത്തക്കേടുകൾ കാണിക്കുന്നതോ ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. നമ്മുടെ ആത്മാവ് എന്ത് ചെയ്തില്ല, കളങ്കപ്പെടരുത്. ആത്മാവ് മാത്രം രക്ഷപ്പെട്ടാലായിട്ട് മതി. ഇത് അവിടുത്തെ ഓരോ സ്ഥലത്തും ഓരോ തോട്ടുകളുണ്ട്, ഒരു തോട്ട് പാറ്റേൺ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ രാജ്യത്താണെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്തു നിന്നൊക്കെയാണ് നമുക്കൊരു തോട്ട് പാറ്റേൺ ഉണ്ട്. അപ്പം ഈ തോട്ട് പാറ്റേൺ ഇവർ വിശ്വാസത്തിൽ വന്നെങ്കിൽ ഇവരുടെ ഉള്ളിൽ കയറി കിടക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അപ്പം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇത് ഈ ഭോജ്യങ്ങളുടെ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്, പക്ഷേ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ള, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ഒരു സമയത്ത് ഇത് രണ്ടും എന്ത് ചെയ്യും, നശിക്കപ്പെട്ടു. അതുതന്നെയാണ് അവരും പറയുന്നത്. അവരുടെ ചിന്തകൾ തന്നെയാണ് പൗലോസ് പറയുവാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വയറിനുള്ളതാണ്, വയറെന്ന് പറയുന്നത് ഭക്ഷണത്തിലുള്ളതാണ്. ഇത് രണ്ടും എന്ത് ചെയ്യും, ഒരു സമയം നശിക്കപ്പെടും എന്നർത്ഥത്തിലാണ് അവർ ഈ ദുർനടപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്ക് അതിനോട് ചേർന്ന് പിന്നെ പൗലോസ് പറയുന്നു, ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്തെ, കർത്താവ് ശരീരത്തിനും. അപ്പം അവർ ചിന്തിക്കുന്നത്, ഇപ്പം വയറ് ഭോജ്യങ്ങൾക്കും ഭോജ്യം വയറിനും പറയുന്ന പോലെ എൻ്റെ ശരീരമെന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ലൈംഗിക അരാജകത്വ പ്രവൃത്തികളും ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. അവസാനം എന്തു ചെയ്യും, ദൈവം രണ്ടിനെയും, ശരീരത്തെയും ഇതുപോലെയുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളെയും എന്തു ചെയ്യും, നശിപ്പിക്കും. അവിടെ പൗലോസ് നിർത്തി. അതാണ് പൗലോസിൻ്റെ അർത്ഥം. പൗലോസ് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, വയറ് ഭക്ഷണത്തിന്,
ഭക്ഷണം വയറിന് എന്നുപോലെ ശരീരം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ദുർനടപ്പുകളും ചെയ്യാനുള്ളത്. എന്നിട്ട് അവസാനം എന്തു ചെയ്യും? ഇത് രണ്ടിനെയും ദൈവം കളഞ്ഞോളും, നമ്മുടെ ആത്മാവ് എന്തു ചെയ്യും? രക്ഷപ്പെടും. എന്നാൽ അങ്ങനെ സംഭവിക്കുകയല്ല ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. എന്തുവാ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അതിന് 14 വാക്യം, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ എന്ത് ചെയ്യും? ഉയർപ്പിക്കും. നിങ്ങൾ അതിനോട് ചേർന്ന് മനസ്സിലാക്കണം, ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന യവനായ ഫിലോസഫി പോലത്തെ കാര്യങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കും, ഈ ശരീരം ഈ ദുർനടപ്പെല്ലാം നടത്തിയാൽ ഈ ശരീരവും ഈ കാര്യങ്ങളെല്ലാം ദൈവം അങ്ങ് നശിപ്പിച്ചിട്ട് എൻ്റെ ആത്മാവ് രക്ഷപ്പെടും. അങ്ങനെയല്ല. നിങ്ങളുടെ ശരീരമെന്ന് പറയുന്നത് ഉയർക്കുവാനായിട്ടുള്ളതാണ്. യേശുക്രിസ്തു വരുന്ന നാളിൽ നമുക്ക് നമ്മുടെ ശരീരങ്ങൾ എന്തു ചെയ്യും? കർത്താവ് ഉയർത്തെഴുന്നേറ്റതായതുകൊണ്ട് ഈ ശരീരങ്ങളും ഉയർക്കേണ്ട ശരീരമാണ്. ഈ ശരീരങ്ങളെക്കുറിച്ചാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്. വയറിൻ്റെയും ഭക്ഷണത്തിൻ്റെയും കാര്യം പോലെ നിങ്ങൾ ചിന്തിക്കും. ഇതെല്ലാം ഒരു കുഴപ്പമുള്ള കാര്യങ്ങളല്ല. ശരീരം എന്ന് പറയുന്നത് പ്രശ്നമേ ഉള്ള കാര്യമല്ല. എന്നാൽ പൗലോസപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ ശരീരങ്ങൾ എന്ന് പറയുന്നത്, അതാവട്ടെ നമ്മൾ വായിക്കും, ഇനിയും മനസ്സിലാവുമല്ലോ. നമ്മുടെ കർത്താവ് വസിക്കുന്ന ഈ ശരീരം, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ശരീരം യേശുക്രിസ്തു എന്ന നാളിൽ ഉയർക്കേണ്ടതായ ശരീരമാണ്. ഈ ശരീരം നമ്മൾ മറ്റ് പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരു നാളും അരുത്. 16 വാക്യം കൂടെ, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലോ, ഇരുവരും ഒരു ദേഹമായി തീരുന്നുവെന്നുണ്ടല്ലോ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പനെയും അമ്മയും അവരുപേക്ഷിച്ച് എന്തു ചെയ്യും? ഇരുവരും എന്തു ചെയ്യും? ഒരു ശരീരമായി തീരും. ഒരു സെക്ഷൽ യൂണിയനിൽ കൂടെ ഒരു ശരീരമാകുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുക, ഇതേ കാര്യങ്ങൾ സംഭവിക്കുക ദുർനടപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ആരുമായിട്ട് ദുർനടപ്പ് ചെയ്യുന്നു ആ വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യുന്നു? ഏക ശരീരമാകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യുക? ഇന്ന് ആരുമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, അവരുടെ ശരീരമായിട്ട് മാറുന്നു നമ്മുടെ ശരീരം. കാരണം ഈ ശരീരത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ ശരീരം ആരുടെ ശരീരമാണ്? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളല്ലോ. നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ ഈ ശരീരം, ഇതിനെക്കുറിച്ച് നമ്മുടെ അപ്പോസ്തലൻ തന്നെ 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. 12 അധ്യായത്തിൽ അതിലെ 27 വാക്യം, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വന്നപ്പോഴത്തേക്ക്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, നമ്മൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ഒറ്റ ബോഡിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നാണ് നമ്മളെ പറയുന്നത്. ഈ ശരീരത്തിൽ തന്നെ പല അവയവങ്ങളാണ് നമ്മൾ. അപ്പോൾ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നത് ക്രിസ്തുവിൻ്റെ മക്കളായി തീർന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുസരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളൊരു വ്യക്തി ഒരു ദുർനടപ്പിലേക്ക് പോകുമ്പോൾ ഈ ക്രിസ്തു വസിക്കുന്ന ഈ ശരീരത്തെ ഏത് പാപപ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുമായുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുന്നു? അവരുടെ അവയവങ്ങളാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ അതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും സാധിക്കത്തില്ല. നമ്മുടെ ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാ. ഇത് കർത്താവിൻ്റെ ശരീരമാകുന്നു. നമ്മൾ ഈ ഭാഗങ്ങൾ താഴോട്ട് നമ്മൾ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് 17 വാക്യത്തിലേക്ക് വരുമ്പോൾ, 18 ദുർനടപ്പ് വിട്ട് ഓടുവിൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പ് കാരണം സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യും. അതായത് മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപം എന്ന് പറഞ്ഞാൽ എല്ലാ പാപവും തന്നെ
ശരീരത്തിന് പുറത്താകുന്നു. എങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു പാപത്തെക്കുറിച്ച് പറയുക, സത്യം പറഞ്ഞാൽ ചെയ്യുന്ന പല ഭാഗങ്ങളും നമ്മൾ ശരീരത്തിന് അഗൻസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ ദുർനടപ്പിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നുവെങ്കിലും ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. സ്വന്തം ശരീരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ശരീരം ആരുടേതാണ്? യേശുക്രിസ്തുവിൻ്റെ ശരീരം. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് എതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. ഞാനിത് പക്ഷേ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ചിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും ഇതായിട്ട് പറയും. നിങ്ങൾ ഓർക്കണം, പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും നമുക്കിത് മനസ്സിലാകാതെ പോകും. നമ്മൾ പലത് ഒളിച്ചു വെക്കാനായിട്ട് നോക്കും. എന്നാൽ നമ്മുടെ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ എന്നോടും സംസാരിക്കും, നമ്മൾ ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങളാണ്. കാരണം ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ നമ്മൾ ഒത്തിരി പേരെ വിശ്വസിച്ചിരുന്നവരും നമ്മൾ ഒത്തിരി പേരെ മാതൃകയാക്കാൻ നോക്കിയിരുന്നവരും ഒക്കെയും പലരും തെറ്റിപ്പോയ ഒരു ഭാഗം കൂടിയാണ്, ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ അതിൻ്റെ അവസാനത്തെ ഭാഗത്തോട്ട് പോകുക, അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് എനിക്ക് അങ്ങ് പറയാനായിട്ടില്ലെങ്കിലും ഈ വചനം നമ്മളെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം നമുക്ക് കർത്താവ് തന്നിരിക്കുക. നമ്മളെ ആരും ഇത് ചെയ്യത്തില്ല, അല്ലേ? നമ്മളെ ആരും പിടിച്ച് ബലപ്പെടുത്തുവാനായിട്ട് നോക്കത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ചർച്ചിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മളെ ഇവിടെ ആരും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല, അല്ലേ? പല കാര്യങ്ങളിലും നമ്മൾ തന്നെ തീരുമാനമെടുക്കുവാനായിട്ടാണ് നമ്മളെ പലപ്പോഴും ദൈവദാസന്മാർ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയും ഫോഴ്സ് ചെയ്ത് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ ഓർക്കണം, നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് ഓർക്കണം. വെറുതെ അങ്ങ് ചിന്തിക്കരുത്. പിന്നെ ചില ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ചിന്ത, ചിലപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നു, ഞാനിനി കുറച്ചുകൂടിയൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒരു വിശുദ്ധമായ ജീവിതമൊക്കെ നയിച്ചാൽ മതി, ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട്സ്, അവിടെയൊന്നും എനിക്ക് അത്രമാത്രം ഒന്നും ക്ലിയറായിട്ടൊന്നും നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഞാൻ അവസാനത്തിലേക്ക് വരുവാണ്. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇതുപോലെയുള്ള പ്രവൃത്തികൾ മൂലം എന്താ സംഭവിക്കുന്നത്? ചിലപ്പം ചില ആൾക്കാർ, ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർത്ത് പറയുന്നു, ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഇതൊക്കെ അവർ പറയുന്ന വാക്ക് ടൈം പാസ്, സിമ്പിളി, അതൊന്നും ഒരു കാര്യമല്ല, ഇതൊന്നുമല്ല. നമുക്കിനി നല്ലൊരു വിവാഹ ജീവിതവും കല്യാണമൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക, ഞാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവരോടും അങ്ങനെയുള്ളവരോടും എല്ലാവരോടും തന്നെ പറയുന്നു, ഒരു കാര്യം ഓർക്കുക, നമ്മൾ ചെയ്തതിൻ്റെ കോൺസിക്വൻസുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈസി അല്ല. കർത്താവ് നമ്മളോട് ക്ഷമിച്ചു, സംഗതിയൊക്കെ ക്ഷമിച്ചു, നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ക്ഷമിച്ചു. എങ്കിലും ഈ ഓർമ്മകൾ, ഈ ചിന്തകൾ, ഈ ചിത്രങ്ങൾ നമ്മളിൽ നിന്ന് മാറാതെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ എൻ്റെ അനുജന്മാരോട്, അനിയത്തിമാരോട്, വളർന്നു വരുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നമ്മൾ ചെറിയ പ്രായത്തിലെ വിശുദ്ധിയിൽ അങ്ങ് പോവുക. വിശുദ്ധിയുമായുള്ള കാര്യത്തിന് നമ്മൾ അല്പം കോംപ്രമൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ കുടുംബജീവിതത്തിലേക്കൊക്കെയും പോവാനായിട്ട് ചെറിയ പ്രായം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യുക. നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന വിഷയങ്ങളുണ്ടോ, നമുക്ക് ചിലപ്പോൾ ചിലതിനെ ഓവർകം ചെയ്യാൻ മേലാത്ത കാര്യങ്ങൾ, അത് നമുക്ക് സംസാരിക്കുവാനായിട്ടുള്ള ഫ്രീഡമുണ്ട്, അല്ലേ? മുതിർന്നവരും നമ്മളെ മനസ്സിലാക്കുന്ന ദൈവവൃത്യന്മാരുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനും ഒക്കെയുള്ള അവസരങ്ങളെല്ലാം ഇന്ന് ധാരാളമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത്, പലതും പറയാതെ വെച്ചിട്ട്, പലതും ഒളിച്ചു വെച്ച്, പലതും സ്ട്രഗിൾ ചെയ്ത്, പലരും ഇതിനകത്തൊക്കെ രഹസ്യത്തിൽ പല കാര്യങ്ങളും ചെയ്ത് അവസാനം ഒരു കാര്യം എന്ത് ചെയ്യുന്നു, പബ്ലിക്കായിട്ടായിത്തീരുന്നു. നമുക്കുള്ള വിഷയങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ ഇന്ന് ഒത്തിരി മേഖലകൾ, അവസരങ്ങളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മനസ്സിലാക്കുന്ന
നമ്മളെ ഉൾക്കൊള്ളുന്നതായ ദൈവഭൃത്യന്മാർ ഉണ്ട്. വേറൊരു കാര്യം, നമ്മൾ ഈ ചില ഇങ്ങനെ വ്യക്തികളെയൊക്കെ ഇങ്ങനെ കൗൺസിലിങ്ങും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പോണോഗ്രാഫിക്കൽ അഡിക്ഷൻ ഭയങ്കരമായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഈ ഈ ദുർനടപ്പിൻ്റെ ഗ്രീക്ക് വാർഡ് തന്നെ പോർണിയ എന്നാണ്. അപ്പം അതിൽ നിന്ന് പോണോഗ്രാഫിക്കൽ അഡിക്ഷൻസ് നമ്മുടെ ചെറുപ്പക്കാരിൽ പല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ തന്നെ അവർ പലപ്പോഴും അവർക്കുണ്ടാകുന്ന പല ആങ്സൈറ്റികളും ഓവർകം ചെയ്യാനായിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിനെതിരായിട്ടുള്ള പാപങ്ങളിലേക്ക് നയിക്കുന്നു. 18-ാമത്തെ വാക്യം അതുകൊണ്ട് പറയുന്നു, ദുർനടപ്പ് വിട്ടെന്ത് ചെയ്യുന്നു? ഓടുവിൻ. ദുർനടപ്പ് വിട്ട് ഓടുവിൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ചിത്രം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും. യോസഫിൻ്റെ കാര്യം ഓടുക അല്ലേ, പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരാൾ. അപ്പോൾ ദുർനടപ്പ് വിട്ട് ഓടുവിൻ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാവം ശരീരത്തിന് പുറത്താകും, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം. ഇനി നമ്മൾ അതിൻ്റെ താക്കോൽ വാക്യത്തിലേക്ക് വരാം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നമ്മളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മാത്രമല്ല നമ്മളെ എന്ത് ചെയ്യുക? വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു സമയത്ത് ഒരു വലിയൊരു ക്രൂരനായ ഒരു യജമാനൻ്റെ അടിമയായിരുന്നു. പാപമാകുന്ന അല്ലെങ്കിൽ പാപമാകുന്ന യജമാനൻ്റെ അടിമയായിട്ട് നമ്മൾ കഴിയുന്ന സ്ഥാനത്ത് നിന്ന് യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ചില വാക്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 20:28 ഒന്ന് വായിക്കാം. അതിനുശേഷം റെവലേഷൻ 5:9 ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഓക്കെ, സ്വന്തം രക്തത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? കർത്താവ് നമ്മളെ എന്തിരിക്കുന്നു? വീണ്ടെടുത്തിരിക്കുക. സ്വന്തം രക്തം കൊടുത്താണ് കർത്താവ് ഇന്ന് വിലയ്ക്ക് വാങ്ങിയത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളിന്ന് നമ്മളെ കർത്തൃമേശ ചിന്തിച്ചതുപോലെ യേശു തൻ്റെ രക്തം മുഴുവനും നമുക്ക് വേണ്ടി കൊടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇനി റെവലേഷനിൽ നമ്മൾ വായിക്കുമ്പോൾ അതേ കാര്യങ്ങൾ കാണുന്നു. 5:9 വെളിപ്പാട് 5:9. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. ഓക്കെ, ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ പല ഭാഷയിൽ നിന്നും പല ഗോത്രത്തിൽ നിന്നും പല വംശത്തിൽ നിന്നും ഉള്ളവരെയൊക്കെയും അവിടെയും പറഞ്ഞിരിക്കുകയാണ് വിലയ്ക്ക് വാങ്ങിയവരാണ് നമ്മൾ. ഇനി 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന വാക്യമാണ്. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നും വെള്ളിയും കൊണ്ടൊന്നുമല്ല, അല്ലേ? നിർദ്ദോഷവും നിഷ്കളങ്കവുമായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ എന്തിരിക്കുന്നത്? വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു സാധനം വില കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക്, നമ്മൾ ആദ്യമൊക്കെ ഒരു ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്രയോ കാര്യമായിട്ട് നമ്മളതിനെ കെയർ ചെയ്യുന്നത്, അല്ലേ? നമുക്കതിനോടൊക്കെ എത്രത്തോളം ഒരു സ്നേഹവും നമ്മളെപ്പോഴും നോക്കുകയും താഴെ വീഴാതെ നോക്കുകയൊക്കെ ചെയ്യുന്നു. എന്ന് പറഞ്ഞ പോലെ കർത്താവ് ഏറ്റവും വില കൊടുത്ത് മേടിച്ചൊരു കാര്യത്തെക്കുറിച്ച് കർത്താവിന് എപ്പോഴും ചിന്തയുണ്ട്. ഇനി കർത്താവിന് നമ്മുടെ മേൽ മുഴുവൻ റൈറ്റുമുണ്ട്. നമ്മൾ ഈ 1 കൊരിന്ത്യർ റോമാലേഖനം 1 കൊരിന്ത്യർ 7:21-24 വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കൽ പാപത്തിൻ്റെ അടിമയായിരുന്നു, ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അടിമയാണ് എന്നുള്ള ഭാഗം നമുക്ക് കാണാം. ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 7:21-24 വരെ. നീ ദാസനായി വെളിപ്പെടുവോ? വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ
കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. ക്രിസ്തുവിന്റെ ദാസൻ ആകുന്നു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ സ്ലേവ് ഓഫ് ക്രൈസ്റ്റ് എന്ന. നമ്മളിന്ന് ആരാ? ക്രിസ്തുവിന്റെ ദാസനാ. നമ്മൾ അല്ലെങ്കിൽ ആ ശരിക്കും അവിടെ ദാസൻ എന്ന വാക്കിന് ശരിക്കും അർത്ഥം നമ്മൾ അടിമയെന്ന്. നമ്മൾ ഒരിക്കൽ പാപത്തിന്റെ അടിമയായിരുന്നു, ഇപ്പോൾ ആരുടെ അടിമയാ? നമ്മുടെ കർത്താവിൻ്റെ അടിമ. നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങി ആ സ്ലേവ് മാർക്കറ്റിൽ നിന്ന്, അടിമക്കച്ചവടം നടക്കുന്ന ആ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മളെ അവൻ പുറത്ത് കൊണ്ടുവന്നു. പുറത്ത് കൊണ്ടു ഇപ്പോൾ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും നമ്മളിന്നൊരു അടിമയാണ്. ഈ അടിമ ഈ ഒത്തിരി യജമാനൻ്റെ ഒത്തിരി നിർദ്ദേശങ്ങൾ അനുസരിച്ചോ, കർശനമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചൊന്നും അനുസരിക്കുമല്ല. സ്നേഹം നിമിത്തം എന്ത് ചെയ്യുക? ഈ അടിമ എന്നിട്ട് ഇന്ന് ഈ യജമാനനെ അനുസരിക്കുക. ഒരു കാര്യം ഓർക്കുക, നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവും നമ്മൾ പറയുന്നത്, ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. നമ്മുടെ കർത്താവെന്ന് നമ്മൾ പറയുമ്പോൾ വാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ കർത്തൃത്വം നടത്തുവാനായിട്ട് നമ്മൾ അവനെ അനുവദിച്ചു കൊടുത്തിരിക്കുക. നമ്മളിനി നമ്മുടേതല്ല. ഒരു ദൈവത്തിൻ്റെ ഭൃത്യൻ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ടു ബിക്കം എ ക്രിസ്ത്യൻ ഈസ് ടു അക്നോളജ് ജീസസ് ആസ് യുവർ സോവറിൻ മാസ്റ്റർ. ഞാൻ ക്രിസ്ത്യാനി ആയാലും പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ എൻ്റെ എല്ലാത്തിൻ്റെ യജമാനനാക്കി ഞാൻ കാണുന്നു. കിങ് ഓഫ് കിങ്സ്, സോവറിൻ മാസ്റ്റർ ആസ് കിങ് ഓഫ് കിങ്സ്. രാജാക്കന്മാർ രാജാവായിട്ട് ഞാൻ അവനെ കാണുന്നു. ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് ടു കൺഫസ് വൺ സെൽഫ് ടു ബി ഹെൻസ്ഫോർത്ത് ഹിസ് പർച്ചേസ്ഡ് പൊസഷൻ. മിഖായേൽ ക്രിഫിസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ പറയുക, കർത്താവേ നീ എൻ്റെ മാസ്റ്റർ, സോവറിൻ മുഴുവൻ. അത് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ മാസ്റ്റർ, എല്ലാത്തിനും മേലെ അധികാരമുള്ള മാസ്റ്റർ. മാത്രമല്ല നീ എൻ്റെ രാജാക്കന്മാർ രാജാവ്, നീ എൻ്റെ കർത്തവ്യം നടത്തുന്ന ആള്. ഇനി നീയാണ് കർത്താക്കന്മാരിൽ കർത്താവ്, ലോർഡ് ഓഫ് ലോർഡ്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പദം ഇങ്ങനെ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ ചിന്തിക്കും. നമ്മൾ നമ്മുടേതല്ല. നമുക്കെപ്പോഴും നമ്മളോടൊക്കെ എന്തോ ഒരു സ്നേഹമാണ്. നമ്മളെന്ന വ്യക്തിയോട് എന്നോട് ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ വസ്തുക്കളോട് നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ കുടുംബത്തോട് നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒത്തിരി. കർത്താവ് വചനം പറഞ്ഞിരിക്കുന്നു, നമ്മൾ നമ്മുടേതല്ല. നമ്മൾ ആരുടേതാ? ഇനി നമ്മൾ കർത്താവിൻ്റേതാ. നമ്മൾ കർത്താവിൻ്റേതാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളോട് കർത്താവ് പറയും, ഇനി മകനെ മകളെ നീ എന്നാ ചെയ്യേണ്ടത്? നിന്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യുക? നീ കർത്താവിനെ മഹത്വപ്പെടുത്തുക. യു ആർ ബോട്ട് വിത്ത് എ പ്രൈസ്, സോ ഗ്ലോറിഫൈ ഗോഡ് ഇൻ യുവർ ബോഡി. നമ്മുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യുക? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യം മാത്രം ചെയ്യുക. നമ്മുടെ മനസ്സിലോട്ട് ബാക്കിയെല്ലാം മറന്നു വലിയൊരു ചിത്രം കടന്നു വരട്ടെ. ഞാൻ കർത്താവിൻ്റേതാണ്, ഞാൻ എൻ്റേതല്ല. എന്നെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ കർത്താവെന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ ഓർക്കുന്നു. എന്നിൽ കംപ്ലീറ്റ് ആയിട്ട് ലോഡ്ഷിപ്പ് നടത്തുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്തൃത്വം നടത്തുവാനായിട്ട്. ഒരു മേഖല മാത്രമല്ല, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം തുറന്നു കൊടുക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ. എല്ലാ മേഖലകളും റൂൾ ചെയ്തിട്ട് നീ പറയുന്നത് എല്ലാം അനുസരിക്കുവാനായിട്ട് കർത്താവെ ഏൽപ്പിച്ചു തരുന്ന ഒരു ദാസനായിട്ട്, ഒരു അടിമയായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരും. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കോണ്ടക്സ്റ്റിൽ ഒരു ലൈംഗികമായൊരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറയെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുന്ന ശരീരം കൊണ്ട് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം അവസാനം ഒരു 5 കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയാം. നമ്മുടെ വാഗൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അല്ലേ? അവൻ്റെ സ്തുതി എപ്പോഴും അതിൻ്റെ നാവിന്മേലിരിക്കും. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെയും ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. രണ്ടാമതായിട്ട് നമ്മൾ എന്നാ ചെയ്താലും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം. 1 കൊരിന്ത്യർ 10:31 വായിക്കാമോ? നല്ല വാക്യമാണ്. 1 കൊരിന്ത്യർ 10:31 ഇതേ പുസ്തകത്തിൽ തന്നെ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി, എല്ലാം ദൈവത്തിന്. അപ്പം എന്ത് ചെയ്താലും, ഏത് കാര്യത്തിൽ കൂടെയും നമുക്ക് എന്ത് പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നതിൽ കൂടെയും നമ്മൾ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കും. ഇനി കൊലോസ്യർ 3:23 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളൊരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് അത് കർത്താവിനെന്ന പോലെ ചെയ്യുവിൻ, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യുക? ഞാനത് ചെയ്യുമ്പോഴത്തേക്ക് കർത്താവിനാ ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. ഇനി ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോഴത്തേക്ക് 119 സങ്കീർത്തനത്തിൽ പറയും പോലെ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ ഒത്തിരി ജനറസ് ആയിട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരെ കരുതുവാനും ഒക്കെയും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നമ്മൾ 2 കൊരിന്ത്യർ 9:11 നമ്മൾ അപ്പോസ്തലർ 20:35 ഒക്കെ നമ്മൾ വായിക്കും. നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായ പ്രവൃത്തികളും ജനറോസിറ്റി കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം മാത്രം ഇന്ന് ഈ രാവിലെ സമയത്ത് ഞാനും നിങ്ങൾ ഓർക്കുവാൻ ആഗ്രഹിക്കുക. ബാക്കിയെല്ലാം പൊക്കോട്ടെ, ബാക്കി നമ്മൾ ജനറൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒട്ടും ആപ്ലിക്കബിൾ പോലും ആയിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിനുള്ള കാര്യങ്ങൾ നമുക്കതുപോലെ നമുക്ക് പറയണമല്ലോ, നമുക്കത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. അത് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് പ്രയോജനമായി തീരും. എന്നാൽ ഈ ഒരു കാര്യം മറന്നു പോകാതിരിക്കുക, നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വാങ്ങപ്പെട്ടവരാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് പറയാം.